നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പെട്ടെന്നാണ് ജാൻ നീലാംബരിയുടെ ഇടത് കൈ അവന്റെ വലത് കൈയാൽ കവർന്നെടുത്തത്. നീലാംബരി ഒന്ന് വിറച്ചുപോയി. അവളുടെ കയ്യിൽ ചുറ്റിയിരുന്ന ചോരക്കറ പുരണ്ട പേപ്പർ പ്ലാസ്റ്റർ സൂക്ഷ്മതയോടെ അവൻ ഇളക്കിയെടുത്തു. ശേഷം അത് കീർത്തനയ്ക്ക് നേരെ നീട്ടിയവൻ. വേറെ നിവൃത്തിയില്ലാതെ കീർത്തന അത് കയ്യിൽ വാങ്ങി. നുരഞ്ഞു പൊന്തിയ ദേഷ്യം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് കീർത്തന കടിച്ചമർത്തി. കീർത്തനം കൊണ്ടുവന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് ഒരു ഓയിൻമെന്റ് പുറത്തെടുത്ത് അതിൽ നിന്ന് അല്പം മരുന്ന് തന്റെ കയ്യിലെടുത്ത് അവളുടെ വിരൽ തുമ്പിലെ മുറിവിലൊന്ന് തൊട്ടുവെച്ചു അവൻ. അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് വേദന സഹിച്ച് ശ്വാസം പിടിച്ചു വെച്ച് നിന്നു. പക്ഷേ മരുന്നിന്റെ എരിച്ചിൽ മുറിവിന്റെ വിടവിലൂടെ അകത്തേക്ക് ഇറങ്ങിയതും അവൾ നെരിവലിച്ചു പോയി. കൈയൊന്ന് പുറകിലേക്ക് വലിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടി അല്പം കൂടി മുറുകുന്ന അവൾ അറിഞ്ഞു. നീലാംബരി ദയനീയ ഭാവത്തിൽ ജാനിയെ നോക്കി. അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു. അവളുടെ കൈകളിൽ നിന്നുള്ള പിടിവിട്ടുകൊണ്ട് അവൻ ബോക്സിൽ നിന്ന് അല്പം വലിപ്പമുള്ള ബാൻഡേജ് നോക്കി കയ്യിലെടുത്തു. അതിന്റെ പുറകിലെ കവർ മാറ്റിയതിനു ശേഷം ഒരിക്കൽ കൂടി അവളെ നോക്കി ജാൻ. അവന്റെ നോട്ട് എന്തിനു വേണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും അവൾ കൈ അവന് നേരെ നീട്ടിയില്ല. അല്പം ഗൗരവത്തിൽ തന്നെ അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് അവനോട് കൂടുതൽ അടുപ്പിച്ചു. നീലാംബരി ഒരു പകപ്പോടെ ചുറ്റും നോക്കി. എല്ലാവരും അവരെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. കീർത്തനയ്ക്ക് നീലാംബരിയെ തിന്നാനുള്ള ദേഷ്യം അവളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയുമായിരുന്നു. അവളുടെ വിരലിൽ പതിയെ അവൻ ആ ബാൻഡേജ് ഒട്ടിച്ചു. വല്ലാത്ത പകപ്പോടെ തന്നെ ഉറ്റുനോക്കുന്ന നീലാംബരിയുടെ ഇരു ഷോൾഡറിലും പിടിച്ച് മറ്റുള്ളവർക്ക് അഭിമുഖമായി അവൻ അവളെ തിരിച്ചു നിർത്തി. ശ്വാസം അടക്കി പിടിച്ച എല്ലാവരും അവന്റെ പ്രവൃത്തി നോക്കിയിരുന്നു. കിരണ് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവന്റെ ചുണ്ടിൽ അപ്പോഴൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ജാൻ എല്ലാവരോടുമായി പറഞ്ഞു, ഷീ ഈസ് നോട്ട് എ മോഡൽ ഓഫ് എനി കമ്പനി. ഷീ ഈസ് മൈ സ്റ്റാഫ്. വർക്കിംഗ് ഹിയർ ഈസ് ആൻ ഓഫീസ് അസിസ്റ്റന്റ്. ശേഷം കീർത്തനയ്ക്ക് നേരെ തിരിഞ്ഞ് രൂക്ഷമായി നോക്കിക്കൊണ്ട് ജാൻ പറഞ്ഞു, ആ ബ്ലഡ് പറ്റിയ കോട്ടം കൊണ്ടുപോയി നീലാംബരിയുടെ ക്യാബിലുള്ള ബിന്നിലിട്ടേക്ക്. പുറകിൽ ചേർന്ന് തന്റെ ഇരുതോളിലും പിടിച്ച് മറ്റുള്ളവരോടായി സംസാരിക്കുന്നവനെ മുഖം തിരിച്ചൊന്ന് നോക്കി നീലാംബരി. അവൾ നോക്കുന്ന അറിയാമായിരുന്നിട്ട് പോലും അവളെ നോക്കാതെ അതീവ ഗൗരവത്തിലാണ് ജാൻ പിന്നീട് സംസാരിച്ചത്. ഇതെല്ലാം കാണി കീർത്തനയ്ക്ക് വല്ലാത്ത അരിശം വന്നു. നീലാംബരിയുടെ കൂടെ കാവ്യയും ഡാലിയും അശ്വിനും ഉണ്ടായിട്ട് കൂടി അവരോടൊന്നും പറയാതെ കമ്പനിയുടെ ഓഫീസ് ഏട്ടുമാരും തലപ്പത്തിരിക്കുന്നവരടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനൊരു മെസ്സേജ് അയച്ച് തന്നെ ഈ മീറ്റിംഗ് റൂമിൽ വരുത്തേണ്ട കാര്യമെന്തായിരുന്നു ജാൻ സാറിന്? വേണമെങ്കിൽ തന്നെ ക്യാബിലുള്ള ലാൻഡ് ഫോണിൽ വിളിച്ച് തന്നോട് പേഴ്സണലി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആവശ്യപ്പെടാമായിരുന്നു. ഇതിപ്പോൾ മീറ്റിംഗ് റൂമിൽ ആർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് താൻ കൊണ്ടുപോയതെന്ന് എല്ലാവരും ചോദിച്ചാൽ വെറും ഒരു പ്യൂണിന്റെ കൈ മുറിഞ്ഞ് ഡ്രസ്സ് ചെയ്യാനാണെന്ന് പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് കീർത്തന നീലാംബരിയുടെ കയ്യിൽ നിന്ന് അഴിച്ചെടുത്ത ബ്ലഡ് ഉണങ്ങി പിടിച്ച കോട്ടണിൽ കീർത്തന പകയോടെ നോക്കി. മീറ്റിംഗ് ഹാളിൽ നിന്നൊരു യന്ത്രത്തെ പോലെയാണ് നീലാംബരി പുറത്തിറങ്ങിയത്. ഇമശിമാതെ നടന്നു പോകുന്ന നീലാംബരിയെ നോക്കി കാവ്യ തലയിൽ കയ്യും വെച്ച് നിന്നു. പുറമേ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന കിരണിനോടായി കാവ്യ ചോദിച്ചു, ഈ ജാനന്ദിനെ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് എങ്ങനെ? കിരൺ പുരികമൊന്ന് ഉയർത്തി കാവ്യയെ നോക്കി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിലയുടെ മുറിവ് ഡ്രസ് ചെയ്ത്. മറുപടിയൊന്നും പറയാതെ കാവ്യ ഓവർടേക്ക് ചെയ്ത് നീലാംബരിക്ക് പുറകെ നടന്ന് കിരൺ, ജാടിയിടാമെന്ന് പറഞ്ഞാടൂ. കാവ്യ കിരണിന്റെ പുറകെ ഓടി. കയ്യിലുള്ള വലിയ ട്രേ കിച്ചൺ കൗണ്ടർ ടേബിളിൽ വെച്ച് നീലാംബരി അവിടെ ചാരി നിന്നു. അവളുടെ മനസ്സിൽ നിറയെ മീറ്റിംഗ് ഹാളിൽ നടന്ന സംഭവങ്ങളായിരുന്നു. ജാൻ അവളുടെ കയ്യിൽ പിടിച്ചതും മുറിവ് ഡ്രസ് ചെയ്തുമില്ല. അതും അത്രയും ആൾക്കാർ നോക്കി നിൽക്കെ അവൾക്ക് ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല. തന്റെ കയ്യിൽ അവന്റെ വിരലുകളുടെ സ്പർശനം ഇപ്പോഴും അങ്ങനെ തന്നെ തങ്ങി നിൽക്കുന്നതായി അവൾക്ക് തോന്നി. അപ്പോഴേക്കും കിരണും തൊട്ടുപിറകെ കാവ്യ അവിടേക്ക് വന്നു. നീ എന്താണ് ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്? നീലാംബരിയോടായി കിരൺ ചോദിക്കുമ്പോൾ അവൾ സ്ലോ മോഷനിൽ കിരണിനെ നോക്കി. അവളുടെ ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് കിരണിന് ചിരിയാണ് വന്ന്. കാവ്യക്ക് ദേഷ്യവും. എല്ലാവരും അന്തം വിട്ട് പണ്ടിറങ്ങി നിന്നപ്പോ ഇയാൾ മാത്രമേ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതെപ്പോഴാ ഇയാളെല്ലാം ജാനോട് പറഞ്ഞേ? കാവ്യ ദേഷ്യത്തോടെ കിരണിനോട് ചോദിച്ചു. ഞാൻ എന്ത് പറഞ്ഞു നടി കോപ്പി നീ പറയുന്നത്? ഇന്ന് കീർത്തനികളായിട്ടുള്ള പ്രശ്നം അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ. കിരൺ കളിക്കല്ലേ, പറയാതെ പിന്നെ ജാനിങ്ങനെ അറിഞ്ഞു? സ്വപ്നം കണ്ടോ? അതിന് അവനറിഞ്ഞ് നിന്നോടാരടി പുലേ പറഞ്ഞു. കാവ്യയുടെ തലക്കിട്ട് കൂട്ടിക്കൊണ്ട് കിരൺ ചോദിച്ചു. അത് മനസ്സിലാക്കാനേ ഇയാളുടെ വക്രബുദ്ധിയും കൂടത്തൊന്നും വേണ്ട, കോമൺ സെൻസ് മതി. ഓഹോ, എന്നാ നിന്റെ കോമൺ സെൻസ് എന്താ? നിന്നോട് പറഞ്ഞ് കേക്കട്ടെ. കളിയാക്കണ്ട നീല, നീ പറ. നിനക്കും തോന്നിയില്ലേ ആ കീർത്തനക്ക് ഞാനൊരു വാണി കൊടുത്ത പോലെ? കാവ്യ ചോദിക്കുമ്പോഴും താൻ ഈ ലോകത്തൊന്നുമില്ലാത്ത പോലെ വിദൂരതയിലേക്ക് നോക്കി നീലാംബരി അപ്പോഴും അങ്ങനെ നിന്നു. ഓഹ്, ഇവള് കോമയില്ല. കിരൺ, നീ എങ്കിലും ഒന്ന് പറ പ്ലീസ്. കാവ്യ കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിച്ചു. ഇവിടെ വാടി കാവ്യ കൊച്ചേ. പല്ല് കടിച്ചു പിടിച്ച് പറഞ്ഞുകൊണ്ട് കിരൺ കാവ്യ വലിച്ചെടുത്ത് അവനോട് ചേർത്ത് നിർത്തി. പകപ്പോടെ നോക്കുന്ന കാവ്യയോടായി അവൻ ചെറുചിരിയോടെ ചോദിച്ചു, പറ, എന്താ നിനക്ക് അറിയണ്ടേ? അത് ജാനെന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ ഇവളോട് പെരുമാറിയെന്ന് അറിയണോ? ഓക്കെ. എടി കാവ്യ കൊച്ചേ, നീ അങ്ങോട്ട് നോക്കിയേ. കിരൺ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് കാവ്യ നീലാംബരി ഒരുപോലെ നോക്കി. ഒരു ക്യാമറ തങ്ങളെ നോക്കി ചിരിക്കുന്നവർ കണ്ടു.
ഒരു ചിരിയോടെ കാവ്യെന്ന് മൂളി. കിരൺ, ഈ ക്യാമറ ഞങ്ങളാരും കണ്ടിട്ടില്ല, കീർത്തന പോലും. പക്ഷെ ഇവിടെ നടന്നാലും ഞാൻ കണ്ടു കാണും. അങ്ങനെയാവില്ലേ കിരൺ? അതെ, എനിക്കും അങ്ങനെയാ തോന്നുന്നു. ഈ 12th ഫ്ലോറിലെ ക്യാമറ സോഫ്റ്റ്വെയർ അവൻ്റെ ലാപ്പിലും ഫോണിലൊക്കെ ഉണ്ട്, വിത്ത് ഓഡിയോ. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനത് ചെയ്ത്. അതവൻ്റെ സ്വഭാവം അങ്ങനെയാ. ദേഷ്യം വന്ന വലിയ ഡയലോഗൊന്നും പറയാനെങ്കിലേ ചിലപ്പോൾ, പക്ഷെ നല്ലപോലെ പ്രവർത്തിക്കാൻ അറിയാം. അവന് പ്രവൃത്തി ഉണ്ടാവും, അവൻ മറുപടി കൊടുക്കുക. അതാണ് ജയ് ശിവനാഥ മേനോൻ. പിന്നെ കീർത്തനക്കുള്ള നിശബ്ദമായ വാണിങ്ങ അവനിന്ന് കൊടുത്ത്. കിരൺ, അപ്പൊ നീ നേരത്തെ പറഞ്ഞില്ലേ കീർത്തനക്കിട്ട് പൊട്ടിക്കാൻ ഞാൻ ജാനല്ല കിരണാണെന്നൊക്കെ? അപ്പൊ ജാനെന്താ അവൾക്കിട്ട് പൊട്ടിക്കാത്ത? നൈസ്. അവൾക്കുള്ളത് വേറെ വലുതെന്തോ വരാനുണ്ട് കാവ്യവശേ. വലുതോ? അതെന്താ? കിരൺ തന്റെ വലത് കൈ ഉയർത്തി നടുവിലും ചൂണ്ടുവിരലും മാത്രം നിവർത്തി തോക്ക് പോലെ കാട്ടി കാവ്യയുടെ തലയിൽ വെച്ച് വെടിവെച്ചു കൊല്ലുന്നോ? കാവ്യ കണ്ണുമിഴിച്ചു. ഒപ്പം നീലാംബരി. ഒരു ചിരിയോടെ കിരൺ പുറത്തേക്ക് നടന്നുപോയി. മീറ്റിംഗ് ഹാളിൽ എല്ലാവരും ആസ്വദിച്ച് അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ജാൻ മാത്രം തന്റെ റിവോൾവിംഗ് ചെയറിൽ ഒരു ചെറുപുഞ്ചിരിയോടെ ഇടംവലം കറങ്ങിക്കൊണ്ടിരുന്നു. ഇത്രയും ദിവസം കമ്പനി കിട്ടിയ പുതിയ പുതിയ പ്രൊജക്ടിന്റെ ചർച്ചയിലായിരുന്നു അവനും ശിവനാഥ മേനോനും. അതിനിടയിൽ എപ്പോഴും ഓഫീസ് മിസ് ചെയ്യുന്ന പോലെ തോന്നി അവന്. ആരൊക്കെയോ കാണാനുള്ളിൽ ഒരു കൊതി തോന്നി. പക്ഷേ തന്റെ മനസ്സിനെ അവൻ വേണ്ട എന്ന് പറഞ്ഞ് പാകപ്പെടുത്തിയിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് സ്വന്തമാക്കാൻ കൊതിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ കൈവിളയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചിലത് അങ്ങനെയല്ലല്ലോ. എളുപ്പത്തിൽ സ്വന്തമാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. നീലാംബരി ഒന്ന് കാണുന്നതിന് മുമ്പ് തന്നെ കേട്ടറിഞ്ഞവൾ. കിരൺ ഓരോന്ന് പറയുമ്പോഴും അലസഭാവത്തിൽ കേട്ടിരുന്നു. ആദ്യമായി ഓഫീസിലെത്തിയപ്പോഴും തന്നെ കുറിച്ച് മോശമായി വാതോരാ സംസാരിക്കുന്ന പെൺകുട്ടിയുടെ മുമ്പിലേക്ക് കൊല്ലാനുള്ള ദേഷ്യത്തിൽ തന്നെയാണ് സമീപിച്ചത്. പക്ഷെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒന്ന് പതറിപ്പോയി. മറ്റൊരു പെൺകുട്ടികളിലും താൻ ഇന്നേവരെ കാണാത്ത എന്തോ ഒരു ആകർഷണത അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കും പോലെ. എന്തൊക്കെയോ ദേഷ്യത്തോടെ ചോദിക്കണമെന്ന് കരുതി അടുത്തേക്ക് പാഞ്ഞു ചെന്നതാണ്. പക്ഷെ അവൾ നോക്കിയ നോട്ടം, അവളുടെ സുഗന്ധം, ആ രൂപം മനസ്സിൽ തോന്നിപ്പോയി. കിരൺ പറഞ്ഞ ആ പെൺകുട്ടി ഇവളാവുമോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ പേര് ചോദിച്ചത്. നില എന്ന് അവൾ പറയുമ്പോൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ID കാർഡ് ഉയർത്തി നോക്കിയത്. അതെ, കിരൺ രാത്രി അടുത്ത് കിടന്ന് വാതോരാ പറഞ്ഞില്ല ഉറക്കനടിച്ച് കേട്ട് കിടന്നു. നീലാംബരി എന്ന പേര് പോലും അന്ന് തന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. മാൻഷനിൽ എല്ലാവരും തന്നെയും കിരണിനെയും വിവാഹത്തിന് നിർബന്ധിക്കുമ്പോഴും ബിസിനസ് മേഖലയിൽ നിന്നും ഫാമിലി ഫ്രണ്ട്സിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ഒത്തിരി പ്രപ്പോസൽ വരുമ്പോഴുമൊക്കെ തനിക്കായി മറ്റാരോ എവിടെയോ കാത്തിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആദ്യമായി അവളെ കണ്ടപ്പോൾ മുതൽ ആ തോന്നൽ തന്നിൽ നിന്നില്ലാതായിരിക്കുന്നു. ശരിയാണ്, ഇപ്പോൾ തന്നിൽ ആ തോന്നലില്ല. പക്ഷെ അവൾ തനിക്കുള്ളതുമല്ല. അതുകൊണ്ട് തന്നെയാണ് വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞതും വെറുക്കാൻ ശ്രമിച്ചതും. എന്നിട്ടും കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും കഴിയാത്ത പോലെ. ക്യാമറ പൊസിഷൻ ക്ലിയർ ചെയ്തും പെട്ടെന്ന് തന്നെ കണക്ഷൻ റെഡിയാക്കിയതും തൻ്റെ ലാപ്പിലും ഫോണിലും ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തൊക്കെ അതിനുവേണ്ടിയാണ്. മീറ്റിംഗ് ആൾ വന്നതിന് ശേഷം ആദ്യം ചെയ്തോ അത് തന്നെയാണ്. അവളെ നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. കീർത്തനം അവളോട് ചെയ്തതിന് തന്റെ സ്വഭാവം വെച്ച് തല്ലേണ്ടതാണ്. തന്റെ ഭാഗത്തു നിന്നുള്ള തുറന്ന നീക്കം അവളിൽ സംശയമുളവാക്കും. അവൾ തന്നെ മനസ്സറിയാത്തിടത്തോളം താൻ അവൾക്ക് അന്യനാണ്. പക്ഷെ അവളെ വേദനിപ്പിക്കുന്നത് അത് എന്തു തന്നെയായാലും വെറുതെ നോക്കി കാണാനും വെറുതെ വിടാനും തനിക്ക് കഴിയില്ല. പക്ഷെ അവൾ മറ്റൊരുവന്റെ സ്വന്തമാണ്. ഇത്തരത്തിൽ കാടുകയറുള്ള ചിന്തകൾ അവനെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തി. കണ്ണുകൾ മുറുക്കി അടച്ച് അവൻ ചെയറിൽ ചാരിയിരുന്നു. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ജയ് ശിവനാഥ മേനോനാണ്. ഞാൻ ഒന്നിലും അടിമപ്പെടാൻ പാടില്ല. തന്റെ ലക്ഷ്യം തന്റെ പ്രിയപ്പെട്ട അങ്കിൾ നാഥുമേനോന്റെ ഏറ്റവും വലിയ സ്വപ്നം പൂർണ്ണതയിൽ എത്തിക്കുക എന്നതാണ്. മറ്റെല്ലാം തന്നെ മനസ്സിൽ നിന്നും മാറ്റേണ്ടിയിരിക്കുന്നു. ജാൻ ചെയറിൽ നിന്ന് അല്പം നിവർന്നിരുന്നു. മറ്റുള്ളവരോടായി പറഞ്ഞു, ആഫ്റ്റർ ഫിനിഷിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐ വിൽ ഡോണ്ട് കം ടു ദി ക്യാബിൻ, ഐ വിൽ ബി ദർ. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നീലാംബരി തന്നെ ക്യാബിനിൽ വന്നിരുന്നു. അവളുടെ മനസ്സിലാകെ വല്ലാത്ത ഭാരം പോലെ. അവൾ മുഖമുയർത്തി നേരെ മുകളിലായി കാണുന്ന ക്യാമറയിലേക്ക് നോക്കി. ജാൻ സാർ ഇപ്പോഴും ഇതിലൂടെ തന്നെ കാണുന്നുണ്ടാവുമോ? അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. സാർ എന്തിനാവും മുറിവ് ഡ്രസ്സ് ചെയ്ത് തന്നിട്ടുണ്ടാവുക? കിരണേട്ടൻ പറഞ്ഞ പോലെ കീർത്തന തന്നോട് മോശമായി സംസാരിച്ചതിന് അവൾക്ക് മറുപടി കൊടുത്തതാവുമോ? ഏയ്, അങ്ങനെ ആവില്ല. ഒരുപക്ഷെ ജാൻ എന്ന പേര് ആവശ്യമില്ലാതെ വലിച്ചിട്ടിനാവും കീർത്തനയ്ക്ക് വാണിംഗ് കൊടുത്ത്. അതിന് തന്റെ കൈ കയറി പിടിക്കേണ്ട കാര്യം എന്താ? തന്നെ കാണുന്നോ താൻ തൊടുന്നോ അദ്ദേഹത്തിന് അറപ്പാണെന്ന് കീർത്തന ആവർത്തിച്ച് പറഞ്ഞതാണല്ലോ. ഇനി അതുകൊണ്ടാണോ തന്നെ വീണ്ടും വീണ്ടും തൊട്ടത്? കീർത്തനെ കാണാൻ വേണ്ടി, അതും അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച്. നീലാംബരിയുടെ മനസ്സുമില്ലാതെ ആടിയുലഞ്ഞു. സംശയങ്ങളുടെ പേമാരി പെയ്തു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് നീലാംബരിയുടെ ക്യാബിനിലെ ഫോൺ റിങ് ചെയ്ത്. തന്നെ ഇപ്പം ആരെ വിളിക്കുന്നത്? ഇനി ജാൻ സാറായിരിക്കുമോ? അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ അവളിൽ വന്ന് നിറഞ്ഞു. ഒരു സംശയത്തോടെ അവൾ ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ഹലോ നീലാംബരി. അതെ, ആരാ? ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ റിസപ്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഇയാൾക്ക് ഗസ്റ്റ് ഉണ്ട്, അവരുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വരൂ. മറുതലക്കൽ ഫോൺ കട്ടായി. നീലാംബരി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഗസ്റ്റോ? തനിക്കോ? അവരെന്നോ? അവരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാവും?
അവൾക്ക് തല പിരിക്കും പോലെ തോന്നി. തറവാട്ടിൽ നിന്ന് ആരൊക്കെയോ വന്നിരിക്കുന്നു. ശശിധരമാമയും കൽപ്പനമായി ആയിരിക്കോ, അതോ മുകുന്നേട്ടനോ? ഈശ്വരാ, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്റെ ഈ ഡ്രസ്സ്. അവൾ ഒരു നിമിഷം അവൾ ഇട്ടേക്കുന്ന സ്കേർട്ടിലേക്കും ടോപ്പിലേക്കും നോക്കിപ്പോയി. വില അല്പം കുറഞ്ഞതാണെങ്കിലും പീച്ച് ബ്ലാക്ക് കോംബോയിൽ ബോഡി ഫിറ്റായി കിടക്കുന്ന മനോഹരമായ വസ്ത്രം അവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ മുകുന്ദന്റെ മുമ്പിൽ പോയിന്നാൽ അയാൾ എങ്ങനെയാവും പെരുമാറുക? മാത്രമല്ല, പുതിയ ഓഫീസും ഇവിടെയുള്ള പുരുഷന്മാരായ സ്റ്റാഫുകളെയൊക്കെ കണ്ടാൽ അയാൾ തന്നോട് കുറച്ച് അധികാരമൊക്കെ കാണിക്കും. ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ തള്ളുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യും. ഓർത്തപ്പോൾ അവൾക്ക് കാലുകൾ തളരുന്ന പോലെ തോന്നി. കയ്യിലിരുന്ന ക്ലിക്ക് പെന്നിന്റെ താഴ്ഭാഗം തള്ളവിരൽ കൊണ്ട് വേഗത്തിൽ പ്രസ് ചെയ്യുന്ന നീലാംബരിയെ കാവ്യ സംശയത്തോടെ നോക്കി. ആഹാ, ടിക് ടിക് പെന്ന് കയ്യിലെടുത്തല്ലോ. ഇന്നിപ്പോ എന്താ എനിക്ക് പുതിയ ടെൻഷൻ? കാവ്യയുടെ ചോദ്യം അവൾ കേട്ടതേയില്ല. നീ നീല, ഒരിക്കൽ കൂടി കാവ്യ അവളെ വിളിച്ചു. ഈ പ്രാവശ്യം അവളുടെ കവിളിൽ കുത്തുകൊടുക്കാനും കാവ്യ മറന്നില്ല. ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ കാവ്യയുടെ മുഖത്തേക്ക് നോക്കി. ആരാ വിളിച്ച്? അഗൈൻ മിസ്റ്റർ ജാൻ, ലെമൺ ഐസ് ടീ? ഒരു സംശയത്തോടെ പറഞ്ഞുകൊണ്ട് കാവ്യ നീലാംബരിയെ നോക്കുമ്പോൾ അവളുടെ നെഞ്ചിരിപ്പ് വീണ്ടും ഉയർന്നു. അല്ലടി, തറവാട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്. താഴെ വെയിറ്റ് ചെയ്യുന്ന റിസപ്ഷനിൽ നിന്ന് കോൾ വന്നു. എനിക്ക് പേടിയാവുന്നടി, എന്താ ചെയ്യാ? നീ എന്തിനാണ് പേടിക്കുന്നേ? അവരെ നീ കാണാത്തൊന്നല്ലോ, പിന്നെന്താ? കാവ്യ നിസ്സാര ഭാഗത്തിൽ മറുപടി നൽകി. അതല്ലടി, എൻ്റെ ഈ ഡ്രസ്സ് പ്രശ്നമാണെന്ന് എനിക്കറിയില്ലേ. പിന്നെ ഈ ഓഫീസ് അതൊന്നും ശശിധരൻ മാമക്ക് അറിയില്ല. ആദ്യമായിട്ട് എൻ്റെ ഇപ്പോൾ ശശിധരൻ മാമ വന്നപ്പോൾ പഴയ ഓഫീസിൽ വിക്രം സാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതും ഇൻ്റർവ്യൂ ഒരു സൺഡേ ആയിരുന്നു. അധികാരം കണ്ടതുമില്ല. വിക്രം സാറിൻ്റെ മുമ്പിൽ എന്നോട് വലിയ സ്നേഹമൊക്കെ നടിച്ചെങ്കിലും പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. അത്രയും വലിയ ഓഫീസിൽ മര്യാദക്ക് അടങ്ങി നിൽക്കണമെന്നും അവരൊക്കെ എല്ലാ മാസവും ഇവിടെ എന്നെ കാണാൻ വരുന്നു. മുകുന്ദേട്ടൻ വരുമ്പോൾ കാണാൻ ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലാണ് പോയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തറവാട്ടിൽ പോകുന്നതുകൊണ്ടാ ആരും എന്നെ തേടി ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നു. ഇപ്പം ഞാൻ പോയിട്ട് 3 ആഴ്ചയായില്ലേ, അതാവും വന്ന്. മാത്രമല്ല, ഓഫീസ് മാറി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ പഴയ ഓഫീസിൽ പോയി അന്വേഷിച്ചുള്ള വരവാവും. നീലാംബരി ആദ്യയോടെ പറഞ്ഞു. ഓഹോ, അപ്പൊ ടീച്ചറമ്മയല്ലേ ഇന്റർവ്യൂവിന് വന്ന്? ശശിമാമനായിരുന്നോ? അയ്യോ ഇല്ല, ഇന്റർവ്യൂവിന് ടീച്ചർമ്മ വന്നിട്ടില്ല. ടീച്ചറമ്മ എനിക്ക് ചെയ്യുന്ന സഹായങ്ങളൊക്കെ അമ്മയ്ക്ക് അല്ലാണ്ട് മറ്റാർക്കും അറിയില്ല. അറിഞ്ഞാൽ നന്നായിരിക്കും. ടീച്ചറമ്മ ഒറ്റയ്ക്കിലെ താമസമൊക്കെ. മാത്രമല്ല, പ്രേമനങ്ങൾ വർഷങ്ങളായിട്ട് തളർന്ന് കിടപ്പിലുമാണ്. ശശിധരമാമയുടെ സ്വഭാവം ടീച്ചറമ്മക്ക് നല്ലപോലെ അറിയാം. പേടിയായ അയാളെ എനിക്കും അമ്മയ്ക്കും ടീച്ചറമ്മക്കൊക്കെ. എനിക്ക് സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന ടീച്ചറമ്മയാണെന്ന് പറഞ്ഞാൽ കൊല്ലാനും മടിയില്ലാത്ത കൂട്ടരാ. ഈ ജോലി തന്നെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചൊരു മാഷിന്റെ കെയർ ഓഫിൽ കിട്ടിയെന്നാ തറവാട്ടിലുള്ളവരുടെ ധാരണ. നീ വിഷമിക്കേണ്ടതില്ല. ടെൻഷൻ അടിച്ച് അങ്ങോട്ട് ചെല്ലാണ്ടിരുന്ന അവർ നേരെ ഇവിടെ കയറി വരും. നിനക്കറിയാലോ, മറ്റുള്ള ഓഫീസ് പോലെ സ്ട്രിക്റ്റ് ഒന്നല്ല ഇവിടെയെന്ന്. ആർക്ക് വേണം എവിടെ വേണോ കയറി വരാം. ഏതായാലും ഞാനും വരാം. നീ വാ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ നീ ഇട്ടേക്കുന്നതിന്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞ തൽക്കാലം. ബസ്സിൽ കയറിയപ്പോൾ നിന്റെ ഡ്രസ്സ് കീറിപ്പോയെന്നോ മറ്റോ പറഞ്ഞാൽ മതിയല്ലോ. നീ എന്തായാലും താഴേക്ക് വയ്ക്കോ, ഞാൻ കിരണിനെയും കൂടി കൂട്ടിക്കൊണ്ടുവരാം. ഏയ് അത് വേണ്ട, കിരണേട്ടൻ പോയിട്ട് നീ പോലും അങ്ങോട്ടേക്ക് വന്നു പോരുത്. മുകുന്ദേട്ടൻ്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലായിട്ടാ. പെണ്ണെന്ന് കേട്ടാൽ മതി പന്ന പട്ടിക്ക്. അവർക്ക് ആർക്കും നിന്നെ ഞാൻ കാണിച്ചു കൊടുക്കില്ല. അയ്യടാ, അയാളുടെ സ്വഭാവം അയാളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഇത് കാവ്യ മോളെ, കാവ്യ. വലിച്ചു കയറി അടുപ്പത്ത് നോക്കും ഞാൻ. അതിന് മറുപടിയായി നീലാംബരി കാവ്യ നോക്ക് മാത്രമേ ചെയ്തുള്ളൂ. വാ പോവാ. കാവ്യ നീലാംബരിയുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, നീ വരണ്ട, എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. പെട്ടെന്ന് അവളിൽ വന്ന മാറ്റം കാണേ കാവ്യരി ഞെട്ടലോടെ നോക്കി നിന്നു. നിനക്കെന്താ പെട്ടെന്ന് ബാധ കൂടിയോ? ഓന്ത് പോലും ഇത്രയും പെട്ടെന്ന് നിറമാറില്ലല്ലോടി. ഇത്രയും നേരം പേടിച്ചു വരച്ചോണ്ടിരുന്നിട്ട് ഇപ്പോൾ വല്ലാത്തൊരു മാറ്റാണല്ലോ. എവിടെ നീട്ടി പെട്ടെന്ന് ഈ ധൈര്യം? ഞാൻ പോയിട്ട് വരാം. എൻ്റെ ഫോൺ നീ കൈവച്ചോ. ഇനി ഇതെങ്ങാനും കണ്ടിട്ട് വന്നവർക്ക് ബാധ കൂടണ്ട. കാവ്യക്ക് മുഖം കൊടുക്കാതെ നീലാംബരി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറിയ നീലാംബരി ഫസ്റ്റ് ഫ്ലോറിലാണ് ഇറങ്ങിയത്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് സ്റ്റെപ്പിലൂടെ പോകാമെന്ന് അവൾ കരുതി. റിസപ്ഷന് മുന്നിലുള്ള വെയിറ്റിംഗ് ഏരിയയുടെ അടുത്ത് തന്നെയാണ് ലിഫ്റ്റുമുള്ളത്. തന്നെ കാണാമെന്നവരുടെ അടുത്തേക്ക് നേരെ ചെന്ന് ചാടി കൊടുക്കുന്നതിലും ഭേദമാണല്ലോ ഒരു കരുതലോടെ നടന്നു ചെല്ലുന്നു. ഉള്ളിലെ ഭയം മറച്ചു വെച്ച് ധൈര്യം സംഭരിച്ച് അവൾ സ്റ്റെപ്പുകൾ ഇറങ്ങി. വെയിറ്റിംഗ് ഏരിയയിലുള്ള സോഫയിൽ ആരെയും കണ്ടില്ല. പക്ഷേ കുറച്ച് മാറി ചുമരിലേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ നീലാംബരി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുപോയി. ടീച്ചറമ്മ പിന്നെ ഒന്നും നോക്കിയില്ല. ഓടിച്ചെന്ന് പുറകിലൂടെ അവരെ കെട്ടിപ്പിടിച്ചു. അവളുടെ സാമീപ്യം മനസ്സിലായതും നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ആ വെളുത്തുമെലിഞ്ഞ സ്ത്രീ അവളെയും മുറുകെ കെട്ടിപ്പുണർന്നു. അവളുടെ തോളിൽ തട്ടിന്ന് അവരുടെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്ത് അവൾ അവരെ നോക്കി വിളിച്ചു. ടീച്ചറമ്മ. തന്റെ അമ്മയ്ക്ക് തുല്യായ സ്ത്രീ ക്ഷീണിച്ച് കുനിഞ്ഞതും കറുപ്പ് പടർന്നുമായ കണ്ണുകൾ ഉയർത്തി അവരവളെയും നോക്കി. ടീച്ചറമ്മയുടെ കുട്ടിക്ക് സുഖാണ്. കുറെ ആയി ഒന്ന് കാണാൻ കൊതിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ആദ്യം പോയത് പഴയ ഓഫീസിലാ. പിന്നെ ആ ഓർത്ത് മോള് പുതിയ ഓഫീസിലായ കാര്യം. ഈടായിട്ട് തീരെ ഓർമ്മ കിട്ടുന്നുള്ള കുട്ടി. പ്രായമായി വരുമല്ലേ, അതിൻ്റെ ആവും. ദുഃഖം തളം കെട്ടിയ പുഞ്ചിരി കലർന്നിരുന്ന് അവർ സംസാരിക്കുമ്പോൾ. ഓ പിന്നെ പ്രായമായി പോലും ഇപ്പോഴും എന്തൊരു ലുക്കാ ടീച്ചർ. നമുക്ക് സ്ലിം ബ്യൂട്ടി അല്ലേ, വല്ലാണ്ട് ബുദ്ധിമുട്ടിയല്ലേ ഇങ്ങോട്ടേക്ക് എത്താൻ. എന്താ കണ്ണിറങ്ങിക്കുന്നേ? കരിയായിരുന്നോ? അങ്കിളിന് വയ്യായിക വല്ലതും? ഏയ് ഇല്ല മോളെ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് നിന്നു പോയതാ.
അവർ നേരത്തെ നോക്കി നിന്നിരുന്ന ചുമരിലേക്ക് നീലാംബരിയെ നോക്കി. നാഥുമേനോന്റെ ഫോട്ടോക്ക് മുന്നിലാണ് ടീച്ചറമ്മ നിന്ന്. സാറിന് അറിയോ ടീച്ചറമ്മ? നീലാംബരി അതിശയത്തോടെ ശോഭന ടീച്ചറുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഒരു വേള അവരുടെ മുഖത്ത് വിരിഞ്ഞ പതർച്ച കാണെ നീലാംബരി സംശയത്താൽ നെറ്റി വിളിച്ചു. ഏയ് ഇല്ല കുഞ്ഞേ, എനിക്കെങ്ങനെ ഇവരെയൊക്കെ അറിയാനാ? പ്രേമേട്ടന്റെ ചികിത്സക്കല്ലേ ഞാൻ ഈ എറണാകുളം സിറ്റിയിൽ വന്നത് പോലും. വാക്കുകളിലെ പതർച്ച ഒതുക്കി വെച്ച് നിർത്തിയവർ. അങ്കിളിനിപ്പോൾ എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റമുണ്ടോ ടീച്ചറമ്മ? ഇപ്പം എന്താ എറണാകുളത്ത് ചികിത്സയ്ക്ക് എത്തിയത്? ടീച്ചറമ്മ ഒറ്റക്കാണ് ഇവിടെ? ആ, നാട്ടിൽ വെച്ച് കാൽവിരലൊന്ന് അനങ്ങിയ പോലെ തോന്നി. പ്രേമേട്ടനെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ മകളുടെ കൂടെ അമേരിക്കയ്ക്ക് പോയി. ആ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറാണെന്ന് എന്നോട് പറഞ്ഞ് എറണാകുളത്തുള്ള മെയിനേഴ്സ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ. ആംബുലൻസൊക്കെ അവർ തന്നെ റെഡിയാക്കി തന്നു. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ എന്ന് കരുതിയാ ഞാനും ഇറങ്ങി തിരിച്ച്. ബാങ്കിലുള്ളൊക്കെ കഴിയാറായി മോളെ. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പെൻഷൻ ഉള്ളതുകൊണ്ട് ആ ചിലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഇവിടെ റൂമിന് തന്നെ ഒരുപാട് രൂപയാവുന്നുണ്ട്. പിന്നെ പ്രേമയുടെ ചികിത്സിക്കുന്ന ഡോക്ടർ പഞ്ചപ്പാവ, അവരുടെ കുടുംബക്കാരുടെ തന്നെയാണ് ഹോസ്പിറ്റലിൽ. ന്യൂറോളജിസ്റ്റ് ശ്രീ പാർവതി മേഡം ദയുള്ളൊരു സ്ത്രീയാ. പ്രേമേട്ടൻ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് എവിടെയോ കണ്ടപോലെ തോന്നുന്നു. എൻ്റെ കഷ്ടപ്പാടൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഞങ്ങളോട് അലിവ് തോന്നി. അവരുടെ കാരുണ്യം കൊണ്ടിപ്പോൾ റൂമിൻ്റെ വാടകയും ഭക്ഷണത്തിൻ്റെ പൈസയൊന്നും കൊടുക്കേണ്ട. വല്ലാത്തൊരാശ്വാസത്തോടെ പറയുന്ന ശോഭന ടീച്ചറുടെ മുഖത്തേക്ക് നീലാംബരി അലിവോടെ നോക്കി നിന്നു. പാവം, ഓരോ തവണ കാണുമ്പോഴും മുമ്പ് കാണുന്നതിനേക്കാൾ ക്ഷീണിച്ചു വരികയാണ് തൻ്റെ ടീച്ചറമ്മ. തൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്കേ കാണുന്ന കാഴ്ചയാണ് ഇവരുടെ ഈ അവസ്ഥ. ഇപ്പം 50-നടുത്ത് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ടാൽ 60-ന് മുകളിൽ തോന്നിക്കും വിധത്തിലായി. പ്രേമനങ്കിളിനെ ആലോചിച്ച് മാത്രം ജീവിക്കുന്ന ഒരു സാധു സ്ത്രീ. തൻ്റെതായ എല്ലാം വിറ്റുപെറുക്കി ഭർത്താവിനെ ചികിത്സിക്കാൻ തുടങ്ങിയ ടീച്ചറമ്മയുടെ മനസ്സ് ദൈവം എന്തുകൊണ്ട് കാണുന്നില്ല? പ്രേമനങ്കിളിനെ ഓർത്ത് നല്ല ഭക്ഷണം പോലും കഴിക്കാറില്ല ടീച്ചറമ്മ. പോഷകാഹാരത്തിൻ്റെ കുറവും ഉറക്കമില്ലായ്മയുമാണ് ടീച്ചറമ്മയുടെ ഈ രൂപത്തിന് കാരണം. എന്തായാലും താമസവും ഭക്ഷണവും സൗജന്യമായി കൊടുക്കാൻ നന്ദി ആ ഹോസ്പിറ്റൽ ഡോക്ടർക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്താ മോൾ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല ടീച്ചറമ്മ, ഞാൻ ആ ഡോക്ടറെ കുറിച്ച് ആലോചിച്ച. ശരിയാ ടീച്ചറമ്മ, ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല ആൾക്കാരെ കാണാൻ കൂടി കിട്ടില്ല. ഹോസ്പിറ്റലും ചികിത്സയും എന്തിന് സ്കൂളുകളിൽ പോലും ബിസിനസ്സല്ലേ നടക്കുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ആ ഡോക്ടർക്ക് ടീച്ചറമ്മയെ സഹായിക്കാൻ തോന്നിയത് അവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. നീല, ശോഭന ടീച്ചർ നീലാംബരിയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കിരണാണ്. അവൻ്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ടായിരുന്നു. ഓടി വന്ന് കിതച്ചോളം ചോദിച്ചു, മോളെ ഇതാരും അമ്മയാണോ? നിന്നെ കാണാനാരോ വന്നത് കാവ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നാ. കിരണേട്ട, ഇതെൻ്റെ ടീച്ചറമ്മയാണ്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ടീച്ചറമ്മയുടെ വീടും. അന്ന് കിരണേട്ട വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഫോണിൽ കൂടി കരഞ്ഞുകൊണ്ട് സംസാരിച്ച ടീച്ചറമ്മയോടാ, ഓർക്കുന്നുണ്ടോ? നീലാംബരി കിരണിന് തൻ്റെ ടീച്ചറമ്മയെ പരിചയപ്പെടുത്തി. ഓ ആണോ, ഹലോ ടീച്ചറമ്മ, ഞാൻ എൻ്റെ പേര് കിരൺ. മോനാണോ എന്ന് നിലയെ വഴക്ക് പറഞ്ഞു ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയാണോ മോൻ? കിരണെന്ന് ചമ്മി, പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അത് ഞാൻ തന്നെയാ. അന്ന് ഞാനിവിടെ വെറുതെ കളിപ്പിച്ച അല്ലേ നില? ഷമ്മിയെ ചിരിയോടെ കിരൺ പറഞ്ഞു. നീലാംബരിയും ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ സാരമില്ല, അത് മോള് പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോഴെനിക്ക് സമാധാനമായത്. ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാവ്യ, നിലയുടെ ഫ്രണ്ട് കാവ്യ എന്ന് പറഞ്ഞേ ഇവളെ കാണാൻ ആരോ വന്നു. അതാ ഞാൻ ഓടി വന്ന്. ഞാൻ കരുതി മുകുന്ദൻ്റെ അമ്മാനോ മറ്റാണെന്ന്. കിരൺ പറഞ്ഞു കേട്ടത് ശോഭന ടീച്ചർ അതിശയത്തോടെ നീലാംബരിയെ നോക്കി. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഈ നിൽക്കുന്ന കിരണിനെ എങ്ങനെ അറിയാമെന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. നീലാംബരിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.